ജംഷേ ഈ സ്ഥലമൊക്കെ നമ്മള് കണ്ടിട്ടില്ലാത്ത മാതിരില്ലേ? എന്താ അതിന്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ ഈ ഉൾനാടൊക്കെ ഭയങ്കര രസമാണ് ശരിക്ക്. വേറെ ലെവലല്ലേ ശരിക്ക്. ഇജ്ജ് എവിടെ താമസം? നിലമ്പൂര് ബാംഗ്ലൂർ സിറ്റിയിലൊന്നല്ല താമസം? ഇയാളാ നിസു ഇയാളമ്മ ബലാത്സംഗ കേസിലെ ആ പ്രമുഖ നടന്ന പോലീസ് ഇപ്പോഴും ഇരുട്ട് തപ്പാണല്ലോ. ഓലപ്പോഴും ഇരുട്ടിൽ തന്നെ അല്ലേ കുട്ടിയെ? ഇരുട്ടന്നെ മൊത്തം ഇരുട്ട്. പേപ്പറൊന്നും വായിക്കൂല. അതല്ല, എന്താ ഭയങ്കര സംസാരം കേട്ടിരുന്നല്ലോ നിങ്ങളെ? അങ്ങോട്ട് കേൾക്കണ്ടി ഞാൻ നടന്നു വരുമ്പോ. എന്താ പ്രശ്നം? എന്താ സംസാരിക്കാനപ്പോ വിഷയമില്ലാത്തത്? നമ്മുടെ മണ്ണിടിച്ചില്ലേ, മറ്റേ ലോറിയുടെ മണ്ടല്ലോ ശിരൂർ മനാഫ്, ഊന്ന് ഈ 10-71 ദിവസം അവിടെ പോയി നിൽക്കണമെങ്കിൽ ഊന്ന് നല്ല മെച്ചുണ്ടാവില്ല. പിന്നെന്താ, ഓനെ മെച്ചല്ലെങ്കിൽ പോലെ അവിടെ പോയിക്കോ. അപ്പൊ അതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കേ ഞങ്ങള്. അതെ അതെ അതെ. എന്ത് മെച്ചം ചങ്ങായി? നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇങ്ങനെ എഴുതി വിടുക. എന്നാ സത്യാവസ്ഥ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഒരു പണി കയറില്ലാത്ത ആൾക്കാരെ ഉള്ള പണിയാണത്. 71 ദിവസേ ഓൻ അവിടെ കടന്നിട്ടേ ഊണും ഉറക്കവും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട ആളാണ് മനാഫ്. അതറിയാം എനിക്ക്. എന്നിട്ട് പറഞ്ഞെന്താണ്, ഇന്റെ അനിയനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നിങ്ങൾ കുറച്ച് സോഷ്യൽ മീഡിയക്കാർ അത് ഇങ്ങനെ എഴുതിയോണ്ടൊന്നും ഒരു കാര്യമില്ല. അത് മനസ്സിലായിക്കോളൂ നിങ്ങൾ. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ കേരളത്തിന്റെ ഒരു സംസ്കാരം എന്താ നിങ്ങൾക്ക് അറിയാം? ഇവിടെ കാര്യത്തിൽ നടക്കുമ്പോ മതം രാഷ്ട്രീയം ഒന്നുമില്ല. മതം രാഷ്ട്രീയമൊക്കെ നിങ്ങളെ പോലത്തെ ഈ സോഷ്യൽ മീഡിയയിലുള്ളൂ. അതൊന്നും ഇവിടെ വില പോവില്ല. മനസ്സിലായില്ലേ? ഇതുപോലത്തെ മനാഫ്മാരെ ഇനിയും കേരളത്തിലുണ്ടാവും, മനുഷ്യത്വം നശിക്കാത്തെ. മനസ്സിലായോ? ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ് മെല്ലെ പോവുകയാണ്. ഇവിടെ എന്നാ ഞാനും കൂടി നാശാവും.